അന്നത്തെ പാർട്ടിയുടെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പേര് ഉയർന്നു വന്നു. ആ പേരിനോടൊപ്പം ഞാൻ നിന്നു എന്നുള്ളത് ശരിയാണ്. അത് ഈ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ. അതിന് വേറെ ഒരുപാട് സംഘടനാപരമായ കാരണങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നത്തെ സാഹചര്യത്തിൽ അവിടെ പുതിയൊരാൾ വരണമായിരുന്നു. അപ്പോൾ പൊതുവിൽ സ്വീകാരനായ ഒരു പേരുമായിരുന്നു ഈ പേര്. അതുകൊണ്ട് അതിനോടൊപ്പം ഞാൻ നിന്നു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഈ മോർഗൻ പാമ്പിന് പാല് കൊടുത്താൽ കൊടുക്കുന്ന കൈക്ക് കത്തും കൊത്തുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞാണ് മോർഗൻ പാമ്പ് മനസ്സിലാവുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അവ പാർട്ടി അനുവദിക്കുമെങ്കിൽ ഞാനിവിടെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനമായി പ്രവർത്തിക്കും. ഇല്ല, പുറത്താക്കുവാണോ? അപ്പോഴും എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കുന്നത് പാർട്ടിയിലെ പദവികളൊന്നുമല്ല, അയാളുടെ ജീവിതമാണ്. എൻ്റെ 55 കൊല്ലക്കാലത്തെ ജീവിതം എന്നെ അറിയുന്നവർ പരിശോധിച്ചുകൊള്ളട്ടെ. പണ്ട് തോപ്പിൽ ബാസ് പറഞ്ഞല്ലേ, പൂണുനീലില്ലാത്ത കമ്മ്യൂണിസ്റ്റാണെന്ന്. പൂണുനീലില്ലാത്ത കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഈ ജില്ലാ സെക്രട്ടറിയുടെ പൂർവ്വകാല ചരിത്രം എനിക്കറിയാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അത്രയ്ക്ക് സങ്കീർണമായിട്ടുള്ള വിമർശനവും പ്രശ്നങ്ങളും പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ടോ? എന്നാരും ഭീഷണിപ്പെടുത്തി? സഖാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ലഭ്യമാകുന്നത്. മൂർക്കാങ്കടയിൽ നിന്ന കാലം മുതൽ ഉള്ള ചരിത്രം എനിക്കറിയാം. അല്ല, അത് ഭീഷണിയുടെ പ്രശ്നമൊന്നുമില്ല. എനിക്കറിയാം, ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം. അത് പിന്നെ പറഞ്ഞതുകൊണ്ട് അപകടമൊന്നുമില്ല. ചരിത്രമൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത് ശരിയുമാണ്. ഇല്ല, കമ്മിറ്റിയിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഇടമില്ലാത്ത സ്ഥലത്ത് പിന്നെ ഇടമുണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. വർത്തമാനകാലത്ത് ഇടുക്കിയിലെ പാർട്ടി നേതൃത്വത്തിനിടയിൽ എനിക്കൊരു ഇടമില്ല എന്ന കാര്യം നല്ല ബോധ്യമായി. അപ്പോൾ പിന്നെ ഞാൻ ഒഴിവാക്കി കൊടുക്കാം, അവരും വോട്ട് പോട്ടെ. അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.